എൻ്റെ പ്രിയ കൂട്ടുകാരെ, എൻ്റെ പേര് ആകാശ്. ഓക്കെ, ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കുറേ നാളുകളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങി വയ്ക്കണം. +1 കുട്ടികൾക്ക് ഒരു ഫിസിക്സ് ക്ലാസ് നമുക്ക് തുടങ്ങി വയ്ക്കണം എന്ന് വളരെ നാളത്തെ ആഗ്രഹമാണ്. ഇന്ന് എന്തായാലും ഞാൻ അതിലേക്ക് അങ്ങോട്ട് തുടങ്ങി വെച്ചു. ഓക്കെ, സോ ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മിച്ചറാണ്. മിച്ചറോ? കഴിക്കണ മിച്ചറാണോ? കഴിക്കണ മിച്ചറല്ല. എന്നെ പഠിപ്പിച്ച ഒരുപാട് നല്ല അധ്യാപകരുടെ ഒരു കോമ്പിനേഷൻ ഐറ്റമാണ് ഞാൻ. അതായത് എൻ്റെ ഉള്ളിൽ നല്ലതുണ്ട് ചീത്തയുണ്ടെന്ന്. ഓക്കെ, ഞാൻ അത്രയും നല്ല പയ്യനൊന്നല്ല. ഞാനൊരു ബാക്ക് ബെഞ്ചറൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ക്ലാസ് റൂമിലേക്ക് സൂര്യൻ്റെ ലൈറ്റ് വരും, സൺലൈറ്റ് വരുമ്പോൾ ഞങ്ങളിങ്ങനെ ലെൻസുകളൊക്കെ കൊണ്ടുവരും. ഓക്കെ, സോ സൺലൈറ്റ് ഈ ലെൻസിലേക്ക് വീഴ്ത്തിയിട്ട് പഠിപ്പിക്കണ അധ്യാപകൻ ഒരു പെട്ട തലേനായിരുന്നു. ഓക്കെ, അങ്ങനെ പറയാൻ പാടാ, കുഴപ്പമില്ല അല്ലേ? ശരി. സോ ആളുടെ തലയിലൊരു കുരു ഉണ്ടായിരുന്നു, വലിയ കുരു, ജ്ഞാനക്കുരു എന്നൊക്കെ ഞങ്ങൾ വിളിക്കുക. സോ ജ്ഞാനക്കുരുമ്പേക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? ലൈറ്റ് അടിപ്പിക്കും, ആ കുരുവിനെ ചൂടാക്കും. സോ കുരു ചൂടാക്കലൊക്കെ ഞങ്ങളുടെ പ്രധാന വിനോദം. ഓക്കെ, പിന്നെ ക്ലാസ്സിൽ മാക്സിമം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, മാക്സിമം ശല്യം ചെയ്യുക ക്ലാസ്സുകൾ, അതൊക്കെ ഞങ്ങളുടെ സന്തോഷം. ഓക്കെ, സോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിരി, വയറുവേദന വരും വൈകുന്നേരം ആകുമ്പോൾ. സോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ക്ലാസ്. പക്ഷെ ഞങ്ങൾക്ക് കുറേ നല്ല അധ്യാപകരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സബ്ജക്റ്റുകളൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റി. ഓക്കെ, ഇനി ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫിസിക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഒരിക്കലും നിങ്ങളുടെ പ്രശ്നമല്ല. അത് തീർച്ചയായിട്ടും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ പ്രശ്നമാണ്. ഓക്കെ, ഞാൻ ഒരു അധ്യാപകരെയും കുറ്റം പറയണതല്ല. ഞാൻ ഒരു നല്ല അധ്യാപകനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനൊരു മിച്ചറാണ്, അത് ഞാൻ പറയും. ഓക്കെ, ശരി. സോ നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് +1 ആയാലും +2 ആയാലും ഫിസിക്സ് സബ്ജക്റ്റ്, അതിൻ്റെ ബേസിൽ നിന്നുള്ള കാര്യങ്ങൾ, ഏറ്റവും അടിത്തട്ടി എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഓക്കെ, എല്ലാ കൺസെപ്റ്റുകളും, അതുപോലെ എൻജിനീയറിങ്, മെഡിസിൻ, എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഓക്കെ, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് തരിക. അതാണ് നമ്മുടെ ഒരു ചാനലിൻ്റെ ഉദ്ദേശം. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് +1 ഫിസിക്സിലെ മെക്കാനിക്സ്. നിങ്ങൾ ഈ ടെക്സ്റ്റിൽ മെക്കാനിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബേസിക് ഇല്ലാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകരുത്. ഓക്കെ, ഈ ബേസ് ഇല്ലാതെ നിങ്ങൾ പഠിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഫീൽ അറിഞ്ഞ് പഠിക്കുക, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. സത്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ബേസിക്കാണ് ഞാൻ പറയാൻ പോണത്. നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതിന് ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആക്കിയിടും, കൃത്യമാക്കിയിടും. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഇത്തരം ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ കയ്യിലൊരു നോട്ട് ബുക്ക് എടുത്ത് വയ്ക്കുക, ഒരു പേൻ എടുത്ത് വയ്ക്കുക, പറയണ കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതിയെടുക്കുക, ബെസ്റ്റ് ലെക്ചർ നോട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് പരീക്ഷയുടെ സമയങ്ങളിൽ നിങ്ങൾ ഈ നോട്ടുകളാണ് പഠിക്കേണ്ടത്. നിങ്ങൾ എഴുതിയ നോട്ടായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നത് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ ബെസ്റ്റ് നോട്ടുകൾ ഉണ്ടാക്കുക. ഓക്കെ, സോ നമ്മൾ മെക്കാനിക്സിൻ്റെ ബേസിക്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നോട്ടുകൾ എഴുതി വയ്ക്കുക. കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ വെരി ഇമ്പോർട്ടൻറ്റ്. സോ വെൽക്കം ബാക്ക് ടു ഫിസിക്സ് തന്ത്ര. ബുക്കും പെന്നൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമ്മളുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് തിങ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്സിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും, എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ മാർക്കർ, ഇതിൻ്റെ ലെങ്ത് എനിക്ക് മെഷർ ചെയ്യാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിൻ്റെ ഏരിയ എനിക്ക് മെഷർ ചെയ്യാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിൻ്റെ മാസ് എനിക്ക് മെഷർ ചെയ്യാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിൻ്റെ വോളിയം എനിക്ക് മെഷർ ചെയ്യാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ മെഷറബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ക്വാണ്ടിറ്റീസും നമ്മൾ എന്ത് വിളിക്കുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ദീസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2 സ്കാലർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഫീൽ കിട്ടും. ഓക്കെ, സോ കാത്തിരിക്കാം ഫീലിനായി. ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, സ്കാലർ ക്വാണ്ടിറ്റീസ്, ക്വാണ്ടിറ്റീസ് വിച്ച് നീഡ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഫോർ ദർ കംപ്ലീറ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ സച്ച് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് സ്കാലർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റിയോ? ക്വാണ്ടിറ്റീസ് വിച്ച് നീഡ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോർ കംപ്ലീറ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം തന്നെ അതിൻ്റെ ഡയറക്ഷനൂടെ പറയണം. അത്തരം ക്വാണ്ടിറ്റീസാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഫീൽ കിട്ടിയില്ലല്ലോ സാർ, ഫീൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതാ കിട്ടിക്കാൻ പോകുന്നു ഫീൽ. ഇതാ ശ്രദ്ധിക്കാം, ഇത് എൻ്റെ കേരളമാണ്.
കേരളം. ഓക്കെ, ഇത് തൃശ്ശൂരാണ്, നടുക്കായിട്ട് തൃശ്ശൂർ, എൻ്റെ നാട്. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങൾക്കിവിടെ സ്ഥലങ്ങളൊന്നും അറിയില്ല. നിങ്ങളിപ്പോൾ എവിടെയാണ്? തൃശ്ശൂരാണുള്ളത്. നിങ്ങളിപ്പോൾ തൃശ്ശൂർ നിൽക്കുന്നു. ഓക്കെ, സോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്ന് മലപ്പുറം വരെ പോയി വരൂ. ഞാൻ നിങ്ങൾക്കൊരു ഇൻഫോർമേഷനോട് തരുന്നു. മലപ്പുറം തൃശ്ശൂരിൽ നിന്നും 60 കിലോമീറ്റർ അകലെയാണ്. ഇത് കേട്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചാടി പുറപ്പെടുന്നു. നിങ്ങൾ എന്ത് ചെയ്തു? തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 60 കിലോമീറ്റർ പോയി. ഓക്കെ, പക്ഷെ നിങ്ങൾ മലപ്പുറത്ത് എത്തിയില്ല. നിങ്ങളെവിടെ എത്തിയെന്നറിയോ? എറണാകുളം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു? വീണ്ടും തൃശ്ശൂരിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു 60 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് പോയി. പക്ഷേ അപ്പോൾ നിങ്ങൾ മലപ്പുറത്തേക്ക് എത്തിയില്ല. ഇപ്പം നിങ്ങളെവിടെ നിൽക്കണമെന്നറിയോ? ഇടുക്കി. നിങ്ങൾ വീണ്ടും തൃശ്ശൂർ എത്തിയിട്ട് എൻ്റെ അടുത്ത് പറയുന്നു തെറ്റായ ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നു. അപ്പം ഞാൻ പറയും തെറ്റായ ഇൻഫോർമേഷനല്ല, ഞാൻ കറക്റ്റ് ഇൻഫോർമേഷനാണ് തന്നത്, പക്ഷേ ഇൻഫോർമേഷൻ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു 60 കിലോമീറ്റർ ഈ ഡയറക്ഷനിൽ പോകൂ, അവിടെ മലപ്പുറം ഇരിക്കുന്നു. പറഞ്ഞ കാര്യം മനസ്സിലായി? അതായത് ഈ ഒരു ഇൻഫോർമേഷൻ തെറ്റാണോ? 60 കിലോമീറ്റേഴ്സ് അല്ല, ആ മാഗ്നിറ്റ്യൂഡ് വൈസ് ശരിയാണ്. തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് 60 കിലോമീറ്റർ ആണ്. പക്ഷേ ഇൻഫോർമേഷൻ ഇൻകംപ്ലീറ്റ് ആണ്. അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനോടൊപ്പം തന്നെ ഡയറക്ഷനും കൂടെ മെൻഷൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചില ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം തന്നെ ഡയറക്ഷനും സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഇപ്പം കിട്ടി ശരി. എങ്കിൽ വാട്ട് അബൌട്ട് സ്കാലർ ക്വാണ്ടിറ്റീസ്? ഞാൻ നിങ്ങളോട് പറയുന്നു, കടയിലേക്ക് പോയിട്ടൊരു 10 കിലോ അരി മേടിച്ചിട്ട് വരൂ. നിങ്ങൾ എന്ത് ചെയ്യും? കടയിലേക്ക് പോകും, 10 കിലോ അരി, കടക്കാരനോട് ചോദിക്കും, പൈസ കൊടുത്തിട്ട് 10 കിലോ അരി തരാൻ. ആൾ അരി എടുത്ത് തരും. ഡയറക്ഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. 10 കിലോ ആ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉപയോഗിച്ചപ്പോൾ കളി കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ഇൻഫോർമേഷൻ കംപ്ലീറ്റ് ആയി. സ്കാലർ ക്വാണ്ടിറ്റീസ് മനസ്സിലായി? സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എന്ത് വേണം? ദേ നീഡ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഫോർ ദർ കംപ്ലീറ്റ് ഇൻ്റർപ്രിറ്റേഷൻ. ദോസ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, ചില ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം തന്നെ ഡയറക്ഷനും കൂടെ സ്പെസിഫൈ ചെയ്യും നിങ്ങൾ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളുകൾ കാണുമ്പോൾ കൃത്യമായിട്ട് ആ ഫീൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ശരി. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം വാക്യം. ഓക്കെ ശരി. ഇനി നമുക്ക് മെക്കാനിക്സിലേക്ക് പോകാം. മെക്കാനിക്സ്. സോ അവിടെ ഞാനൊരു ടേബിൾ വരയ്ക്കുന്നുണ്ട്. സ്കേലാർ, ദെൻ വെക്ടർ. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് എഴുതണം. ഈ ഒരു ഡിസ്കഷൻ്റെ അവസാനമാകുമ്പോഴേക്കും നമ്മൾ എക്സാമ്പിളുകൾ നിറയ്ക്കുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മളൊന്നും എഴുതണില്ല, പോകെ എഴുതുന്നതാണ്. ഓക്കെ ശരി. സോ എങ്കിൽ നമുക്ക് നമ്മുടെ പ്രധാന ടോപ്പിക്ക് മെക്കാനിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ പറയുന്നത് സ്റ്റേറ്റിനെ കുറിച്ചാണ്. ഓക്കെ, അവസ്ഥ. ഒരു ബോഡിക്ക് 2 അവസ്ഥകൾ പോസിബിൾ ആണ്. ഒന്ന് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, പിന്നൊന്ന് സ്റ്റേറ്റ് ഓഫ് മോഷൻ. അല്ലേ? ഒരു ബോഡി ഒന്നിങ്ങനെ എങ്ങനെയായിരിക്കും? റെസ്റ്റിലായിരിക്കും, ഇങ്ങനെ ഇരിക്കും, അനങ്ങാതിരിക്കും. അല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കും. ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ നോക്കി കഴിഞ്ഞാലും ഈ 2 അവസ്ഥകളെ ആ ബോഡിക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. മൂന്നാമതൊരവസ്ഥ പോസിബിൾ ആയിട്ടില്ല. ഓക്കെ, റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ മാറുന്നില്ല, മോഷൻ എന്ന് പറയുമ്പോൾ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ശരി. നമ്മുടെ ഡിസ്കഷൻ മൊത്തം മോഷനെ കുറിച്ചാണ്. മെക്കാനിക്സ് ഈസ് ഓൾ അബൌട്ട് മോഷൻ. നമ്മൾ ഈ മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ബോഡിയുടെ മോഷനെ കുറിച്ച്. സോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന കുറച്ച് പ്രത്യേകതകൾ, കുറച്ച് ടേംസ്, വെരി ഇമ്പോർട്ടൻറ്റ് ടേംസ്, അതിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നു. അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഓക്കെ ശരി. ശ്രദ്ധിക്കാം, ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഒരു ബോഡി എയിൽ നിൽക്കുന്നു. ഓക്കെ, ആ ബോഡി എന്ത് ചെയ്യുന്നു? ബിയിലേക്ക് പോകുന്നു. ഒന്നെന്ത് ചെയ്തു? ഇങ്ങനെ ഒരു വഴി കൂടെ ബിയിലേക്ക് പോയി. ഓക്കെ, പിന്നെ ഈ ബോഡി എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു വഴി കൂടെ ബിയിലേക്ക് പോയി. ഓക്കെ, സോ ബിയിലേക്ക് ബോഡി പോയ 2 പാത്തുകളാണിത്. ഓക്കെ, ഇത് ഒരു 20 കിലോമീറ്റേഴ്സ്, ഇതൊരു 30 കിലോമീറ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുകളാണ്. ദീസ് 2 ആർ ഡിസ്റ്റൻസസ്. ഓക്കെ, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുകളാണ്. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എക്കും ബിക്കും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് വിൽ ബി ദിസ് വൺ. ഓക്കെ, ഇതാണ് എക്കും ബിക്കും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിക്കുന്നു?
ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അറിയാവുന്ന കാര്യമാണ്, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാൻ പോകുന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പോകുന്നു. എയ്ക്കും ബിക്കിടെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? വെരി ഇമ്പോർട്ടൻ്റ്, എഴുതി വെച്ചോളൂ. ഡി ഈസ് ഈക്വൽ ടു ഫൈനൽ പോയിൻറ്റ് മൈനസ് ഇനീഷ്യൽ പോയിൻറ്റ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ അറിയാം. ഇത് എഴുതി വെച്ചോളൂ. ഫൈനൽ പോയിൻറ്റ് മൈനസ് ഇനീഷ്യൽ പോയിൻറ്റ്. ഫൈനൽ പോയിൻറ്റിനും ഇനീഷ്യൽ പോയിൻറ്റിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതൊരു ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഈ ബോഡിക്ക് ഈ ഒരു ഡയറക്ഷനിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലൂടെ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. യെസ് ഓർ നോ? യെസ് അല്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാലോ ഇങ്ങനെ എത്തേണ്ടി വരും അല്ലേ? ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അല്ല, ഇതൊരു ഡയറക്ഷൻ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി ആണ്. ഈ ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ മാത്രമേ ഷോർട്ടസ്റ്റ് പാത്തിലൂടെ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായി? ദിസ് ഈസ് ഡയറക്ഷൻ ഡിപ്പെൻഡൻറ്റ്. ഈ ഡയറക്ഷനിൽ തന്നെ പോകണം ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ ഇവിടേക്ക് എത്തണമെങ്കിൽ. പറഞ്ഞ കാര്യം മനസ്സിലായി? രണ്ടാമത്തെ കാര്യം, ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ പോയിൻറ്റ് മൈനസ് ഇനീഷ്യൽ പോയിൻറ്റ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ, അപ്പോൾ കാര്യം മനസ്സിലാകും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇതായിരിക്കുന്ന എക്സാമ്പിൾ. ഇതൊക്കെ എഴുതിയെടുത്തോളൂ കേട്ടോ എന്നോടൊപ്പം തന്നെ. എന്താ ഇവിടെ 0, 10, 20, 30, 40, ദെൻ 50. ഓക്കെ, ഒരു ബോഡി എന്ത് ചെയ്യുന്നു? 10ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബോഡി എന്ത് ചെയ്തു? ഇവിടെ വരെ എത്തി, ബിയിലേക്ക് എത്തി. പിന്നെ ബോഡി എന്ത് ചെയ്തു? വീണ്ടും തിരിച്ച് ഇവിടേക്ക് എത്തി. ഓക്കെ, സോ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാണ്? ഇവിടെ നിന്ന് ആദ്യം ബി വരെ പിന്നെ സി വരെ. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു 10, അങ്ങോട്ടേക്ക് എത്ര? 20. ദെൻ ഡിസ്റ്റൻസ് ട്രാവൽ എത്രയാണ്? 30 അല്ലേ? ഇവിടുന്ന് 20, ദെൻ ഇങ്ങോട്ടേക്ക് 30. ഓക്കെ, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ പോയിൻ്റ് ആൻഡ് ഇനീഷ്യൽ പോയിൻറ്റ്. ഫൈനലി ബോഡി എവിടെയാണ്? സിയിലാണ്. ഇനീഷ്യൽ എവിടെയായിരുന്നു? എയിലാണ്. സോ സിക്കും എക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 20 - 10. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു 20 - 10 ഈക്വൽ ടു വാട്ട്? 10 അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് മനസ്സിലായി? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിൻറ്റ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഫൈനലി ഇപ്പോൾ ബോഡി എവിടെ? സിയിലാണ്. ഓക്കെ, എങ്കിൽ നിങ്ങൾ വിചാരിക്കും ബോഡി എന്ത് ചെയ്തു? വീണ്ടും ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് ഇവിടേക്ക് എത്തി. ഫൈനലി ഇപ്പോൾ ബോഡി എവിടെയാണ്? ഡിയിലാണ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഇത് നിങ്ങൾ പറയൂ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിൻറ്റ്. ഫൈനലി ബോഡി എവിടെയാണ്? ഡിയിലാണ്, 0യിലാണ്. സോ 0 മൈനസ് ഇനീഷ്യലി ബോഡി എവിടെയായിരുന്നു? എയിലായിരുന്നു. ദാറ്റ് ഈസ് 10ലാണ്. സോ ദിസ് വിൽ ബിക്കം -10. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി നെഗറ്റീവ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ്. പക്ഷേ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവായ കാര്യം മനസ്സിലായി? സോ ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിൻറ്റ്. ഫൈനൽ പോയിൻറ്റ് മൈനസ് ഇനീഷ്യൽ പോയിൻറ്റ് ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഡിയിൽ നിന്ന് ബോഡി എന്ത് ചെയ്തു? വീണ്ടും എയിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഇനീഷ്യലി ബോഡി എയിലാണ്, ഫൈനലി ബോഡി എയിലാണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിൻറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി 0 or it can be negative or it can be positive. മനസ്സിലായി? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ പുറകിലേക്ക് പോകൂ, മനസ്സിലാക്കൂ. വെരി ഇമ്പോർട്ടൻറ്റ്. തെറ്റിക്കാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓക്കെ, ശരി. സോ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും മനസ്സിലായെങ്കിൽ അടുത്ത ടൈം ഓക്കെ കുറച്ച് ബേസിക് ടൈംസിനെ പരിചയപ്പെടുക. ഇങ്ങനെ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. ഓക്കെ, നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളാണെങ്കിലും ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കിട്ടാതിരിക്കില്ല. ഓക്കെ, സോ നോട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കൂ. ഓക്കെ, സോ അടുത്ത കാര്യം എന്താണ്? സ്പീഡ് ആണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം സാർ. ഇങ്ങനെയാണോ? ഡിസ്റ്റൻസ് ബൈ ടൈം മീൻസ് ഒരു സെക്കൻഡിൽ ഒരു ബോഡി എത്ര ദൂരം സഞ്ചരിച്ചു, അതാണെന്ത്? സ്പീഡ്. ഓക്കെ, അതുപോലെ ഒരു ടൈം ഉണ്ട് വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? വെലോസിറ്റി. ഓക്കെ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയട്ടെ. ഒരു ബോഡി എന്ത് ചെയ്തു? എയിൽ നിന്ന് പോയി
ബിയിലെത്തി, എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും എയിലേക്ക് വന്നു. ഓക്കെ, സോ അങ്ങോട്ടേക്ക് 10, ഇങ്ങോട്ടേക്ക് 10, ഇതിനെടുത്ത ടൈം 2 സെക്കൻഡാന്ന് വിചാരിക്കൂ. ഈ ജേണി മൊത്തം ജേണിക്ക് എടുത്ത ടൈം. സോ സ്പീഡ് എന്തായിരിക്കും, 20/2, ദാറ്റ്സ് ഈക്വൽ ടു 10 ആയിരിക്കും അല്ലേ? സ്പീഡ് 10 ആയിരിക്കും. പക്ഷേ വാട്ട് അബൌട്ട് ഇറ്റ്സ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇനീഷ്യലി ബോഡി ഇവിടെയാണ്, ഫൈനലി ബോഡി ഇവിടെയാണ്. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? Displacement is the distance between final and initial point, and displacement is equal to 0. So velocity is equal to 0. 0/2 equal to 0. Velocity 0. മനസ്സിലാകുന്നു? സോ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്നും വരുന്നൊരു ടൈമാണ്, ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെലോസിറ്റിയെ ഇവിടെ എഴുതുന്നു. സ്പീഡോ ഡിസ്റ്റൻസ് ഡിപ്പെൻഡൻ്റ് ആണ്, സ്പീഡിന് ഇവിടെ എഴുതുന്നു. ഓക്കെ, സ്പീഡിൻ്റെ ഒപ്പം ഡയറക്ഷനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഈ പറഞ്ഞ കാര്യം മനസ്സിലായി? കുഞ്ഞിക്കാര്യം എങ്കിൽ അടുത്ത കാര്യം പറയട്ടെ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരാളുണ്ട്. ആക്സലറേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എക്സാമ്പിൾ പറയാം. ഓക്കെ, നിങ്ങളൊരു കാർ ഓടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കും. ഇങ്ങനെ കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആക്സലറേറ്റർ ചവിട്ടുന്നു. എന്ത് സംഭവിക്കും? നിങ്ങളുടെ സ്പീഡിൽ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ മാറ്റം വരുന്നു. ഓക്കെ, സോ ഇത് തന്നെയാണ് കാര്യം. ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയിൽ മാറ്റം വരുമ്പോൾ സംഭവിക്കുന്നതാണ്. മലയാളത്തിൽ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ആക്സലറേഷൻ ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റി എപ്പോൾ മാറിയോ അപ്പോൾ ആക്സലറേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A is equal to V minus U by T. വെലോസിറ്റി എപ്പോൾ മാറുന്നു അപ്പോൾ എന്തുണ്ടാവും? ആക്സലറേഷൻ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനെന്ത് വിളിക്കുന്നു നിങ്ങൾ? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിൽ വന്ന ചേഞ്ചിൻ്റെ റേറ്റ് എഴുതി വെച്ചോളൂ. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ റേറ്റ് എന്ന് വിളിക്കുന്നു. ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ റേറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റിയിൽ വന്ന ചേഞ്ചിൻ്റെ റേറ്റ്, അതായത് വെലോസിറ്റിയിൽ വന്ന ചേഞ്ച് ബൈ ടൈം. അതായത് ഒരു സെക്കൻഡിൽ വെലോസിറ്റി എത്ര മാറി, അതാണ് ആക്സലറേഷൻ. പറഞ്ഞ കാര്യം മനസ്സിലായി? വെലോസിറ്റിയിൽ മാറ്റം വരുമ്പോൾ ആക്സലറേഷൻ ഉണ്ടാകുന്നു. വെലോസിറ്റിയിൽ മാറ്റം എപ്പോൾ വന്നു? ആക്സലറേഷൻ. ഇനി അടുത്ത കാര്യം പറയാം. വെലോസിറ്റിയിലെ മാറ്റം 2 തരത്തിലാവാം. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വിചാരിക്കൂ, 40 മീറ്റർ പെർ സെക്കൻഡിൽ പോയിരുന്ന വണ്ടി എന്ത് ചെയ്യുന്നു? 50 മീറ്റർ പെർ സെക്കൻഡിലേക്കായി. ഓക്കെ, ഇത് സംഭവിച്ചത് 2 സെക്കൻഡ് ടൈമിലാണെന്ന് വിചാരിക്കും, 2 സെക്കൻഡ്സിലാണ്. എങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ ഈസ് V minus U by T. വീണ്ടും പ്രധാനപ്പെട്ട കാര്യം, ചേഞ്ച് എപ്പോഴും എങ്ങനെ കണ്ടുപിടിക്കണം? എഴുതി വെച്ചോളൂ. ചേഞ്ച് ഈക്വൽ ടു ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയായിരുന്നു? ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ. അതുപോലെ തന്നെ ചേഞ്ചുകൾ, ഇവിടെ വെലോസിറ്റിയിലെ ചേഞ്ചുകൾ എപ്പോഴും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ വാല്യൂവിൽ നിന്നും ഇനീഷ്യൽ വാല്യൂ മൈനസ് ചെയ്യണം. എഴുതി വെച്ചോളൂ. സോ ഇവിടുത്തെ ചേഞ്ച് എത്രയാ? ഫൈനൽ വെലോസിറ്റി എത്രയാ? 50 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 40 ബൈ ടൈം ടേക്കൺ എത്രയാ? 2 സെക്കൻഡ്സ്. ദാറ്റ് ഈസ് 10/2 is equal to 5 meter per second square. യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇതാണ്. ഇതേ സമയം ഇതേ ബോഡി എന്ത് ചെയ്യുന്നു? 40 മീറ്റർ പെർ സെക്കൻഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ബോഡി എന്ത് ചെയ്യുന്നു? ഇതേ 2 സെക്കൻഡിൽ ബ്രേക്ക് ചവിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? സ്പീഡ് എത്ര? 30 മീറ്റർ പെർ സെക്കൻഡായി മാറി. എങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കൂ. ആക്സലറേഷൻ ഈസ് V minus U by T. ചേഞ്ച് V minus U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് എപ്പോഴും എങ്ങനെ കണ്ടുപിടിക്കണം? ഫൈനൽ വാല്യൂവിൽ നിന്നും ഇനീഷ്യൽ വാല്യൂ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി. അവസാനം ഇപ്പോഴത്തെ കാറിൻ്റെ വെലോസിറ്റി എത്ര? 30 മൈനസ് ഇനീഷ്യൽ എത്രയായിരുന്നു? ആദ്യം എത്രയായിരുന്നു? 40/2. ദാറ്റ് ഈസ് minus 10/2. That's equal to -5. That means acceleration can be negative or acceleration can be positive. ആക്സലേഷൻ്റെ വാല്യൂ എപ്പോഴാണ് നെഗറ്റീവ് ആവുക? വെലോസിറ്റിയിലെ ചേഞ്ച് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു,
ആക്സലറേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആക്സലറേഷൻ. വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു, ആക്സലറേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആക്സലറേഷൻ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്? ഓക്കെ. ഇനി പോസിറ്റീവ് ആക്സലറേഷൻ ആക്സലറേഷൻ പോസിറ്റീവ് ആക്സലറേഷൻ തന്നെ വിളിച്ചോളൂ. ഇനി നെഗറ്റീവ് ആക്സലറേഷൻ നമ്മൾ വേറെ പേര് വിളിക്കും. ഒന്നാമത്തെ പേര് റീറ്റാർഡേഷൻ എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ ഡീസലറേഷൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ. സോ ആക്സലറേഷനെ കുറിച്ച് മനസ്സിലായി. വീണ്ടും മനസ്സിലാക്കി വെക്കണം, ആക്സലറേഷൻ എപ്പോഴുണ്ടാവും? വെലോസിറ്റിയിൽ മാറ്റം വരുമ്പോഴാണ് ആക്സലറേഷൻ ഉണ്ടാവുക. വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആക്സലറേഷൻ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി, മാറ്റാം, എല്ലാം എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ആക്സലറേഷൻ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെലോസിറ്റി എന്ന് വരുന്ന ഒരാളാണ് ഇത് ആക്സലറേഷൻ. ഓക്കെ. ഒരു പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു കാര്യം കൂടെ പറയട്ടെ. വെലോസിറ്റിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആക്സലറേഷൻ. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതെന്ത് ചെയ്യുന്നു? മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡയറക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ഡയറക്ഷനും ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറിയെന്ന് വിചാരിക്കും. ഒരു കാർ ഇങ്ങനെ പോവുക 40 മീറ്റർ/സെക്കൻഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? സ്പീഡ് മാറിയില്ല, അപ്പോഴും 40 മീറ്റർ/സെക്കൻഡിൽ തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കും. ഇപ്പോൾ ഡയറക്ഷൻ മാറി. ആദ്യം ഇങ്ങനെയായിരുന്നു ഡയറക്ഷൻ, ഇപ്പോൾ ഡയറക്ഷൻ ഇങ്ങനെയായി. ഇവിടെ മാഗ്നിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടില്ല, പക്ഷേ ഡയറക്ഷനിൽ മാറ്റം വന്നു. ഇതൊരു ആക്സലറേറ്റഡ് മോഷനാണ്. അതെന്തുകൊണ്ട് ആക്സലറേഷൻ ആയത്? അതല്ല ഞാൻ പറഞ്ഞത്. വെലോസിറ്റിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ആക്സലറേഷൻ. വെലോസിറ്റി എപ്പോഴൊക്കെ മാറാം? മാഗ്നിറ്റ്യൂഡ് മാറുമ്പോഴും മാറാം, ഡയറക്ഷൻ മാറുമ്പോഴും മാറാം. ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടില്ല, പക്ഷേ ഡയറക്ഷൻ മാറി. മനസ്സിലായി? വെലോസിറ്റി മാറണം, ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡ് ഏതെങ്കിലും ഒന്ന് മാറിയാൽ മതി. രണ്ടും മാറിയാലും കുഴപ്പമില്ല, പക്ഷേ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ. സോ ദിസ് ഈസ് ആൻ ആക്സലറേറ്റഡ് മോഷൻ. പക്ഷെ നോക്കുമ്പോൾ വെലോസിറ്റിയുള്ള ചേഞ്ച് ഒന്നുമില്ല, പക്ഷേ സ്റ്റിൽ ദിസ് ഈസ് ആൻ ആക്സലറേറ്റഡ് മോഷൻ. ഡയറക്ഷൻ മാറി. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എഴുതി വയ്ക്കൂ, വെലോസിറ്റി മാറിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ. ഓക്കെ. വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാറാം, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറാം. മനസ്സിലായി? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്സ് സ്മൂത്തായിരിക്കും, വളരെ സ്മൂത്തായിരിക്കും. ഓക്കെ. എങ്കിൽ അടുത്ത കാര്യം നിങ്ങൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണ്. സോ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ഈ ആദ്യത്തെ ചാപ്റ്ററുകളൊന്നും എടുക്കില്ല. നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്ററിൽ ഫ്രിക്ഷൻ്റെ ഭാഗം തൊട്ടായിരിക്കും നമ്മൾ എടുത്തു തുടങ്ങുന്നത്. ഓക്കെ. വളരെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഭാഗമാണ്. സോ അവിടെ തൊട്ടാണ് നമ്മൾ ചാപ്റ്ററുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രിക്ഷൻ മുതലായിരിക്കും നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. ഓക്കെ. ലോസ് ഓഫ് മോഷൻ്റെ 2ാമത്തെ ഭാഗമാണ് ഫ്രിക്ഷൻ. അവിടെ തൊട്ട് മുന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ. സോ എന്തായാലും നമ്മൾ ഫ്രിക്ഷൻ തൊട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ. സോ നമ്മൾ അടുത്ത ബേസിക് ആയിട്ടുള്ള കാര്യം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയെ കുറിച്ചൊന്ന് പറയണം. ഓക്കെ. സെക്കൻഡ് ലോ വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ലോ നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റിൽ പറയണം. ഇനി റെസ്റ്റിലിരിക്കുന്ന ബോഡി എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ മേലൊരു ഫോഴ്സ് വരണത് വരെ റെസ്റ്റിൽ തന്നെ ഇരിക്കും, അല്ലേ? ഈ മാർക്കറിനെ ഞാനിതൊരു ടേബിളാണെങ്കിൽ ഈ ടേബിളിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു ഇതിൻ്റെ മേലൊരു ഫോഴ്സ് കൊടുക്കണവരെ മാർക്ക് എന്ത് ഇവിടെ തന്നെ ഇരിക്കും കൊല്ലങ്ങളോളം, അല്ലേ? ഫോഴ്സ് വരണത് വരെ ഇവിടെ തന്നെ ഇരിക്കുന്നു. സോ റെസ്റ്റിലുള്ള ബോഡി എന്ത് ചെയ്യുന്നു? റെസ്റ്റിലിരിക്കുന്നു. ഇനി മോഷനിലുള്ള ബോഡി ആണെങ്കിലോ മോഷനിൽ തന്നെ ഇരിക്കുന്നു. ഇതിൻ്റെ മേലെ വേറൊരു ഫോഴ്സ് കൊടുക്കണത് വരെ ബോഡി എന്ത് ചെയ്യുന്നു? മോഷനിൽ തന്നെ ഇരിക്കും. പറഞ്ഞില്ലേ, ഇനി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോഷൻ അൺടിൽ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അറിയാവുന്ന കാര്യം. ഓക്കെ. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലോ ആണ്. ഓക്കെ. സെക്കൻഡ് ലോ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ബോഡിയുടെ മാസ് m ആണ്. ഓക്കെ. ഈ ബോഡിയുടെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ. സോ ഇനീഷ്യലി ഇങ്ങനെ വിചാരിച്ചോളൂ, ബോഡി വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? ഒരു ബോഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്തു? ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ബോഡിയുടെ വെലോസിറ്റി കൂടും, അല്ലേ? ബോഡി എന്ത് ചെയ്യുന്നു? ഇതേ ബോഡി തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. ഇതിൻ്റെ വെലോസിറ്റി ഇപ്പോൾ എന്തായി? v ആയി മാറി. വെലോസിറ്റി എന്തായി മാറി? v ആയി മാറി. ഓക്കെ. സോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടൈമും കൂടി ഉണ്ട്, മൊമെൻറ്റം എന്നുള്ള ഒരാളാണ്. ഓക്കെ. മൊമെൻറ്റം P = മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ. ഒരു ബോഡിയുടെ മോഷൻ്റെ അളവാണ് എന്ത്? മൊമെൻറ്റം. മാസിനെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? മൊമെൻറ്റം കിട്ടും. ഓക്കെ. സോ ഈ ഒരു കണ്ടീഷനിൽ ഇതിൻ്റെ മൊമെൻറ്റം എത്രയായിരുന്നു? P ഇനീഷ്യലി P ഇനീഷ്യലി ഇതിൻ്റെ മൊമെൻറ്റം എത്രയായിരുന്നു? mu ആയിരുന്നു. ഓക്കെ. ഈ ഫോഴ്സ് കൊടുത്തപ്പോൾ എന്തായി? വെലോസിറ്റി മാറി. സോ ഇപ്പം ഇതിൻ്റെ മൊമെൻറ്റം എത്ര? P ഫൈനൽ എത്രയാണ്? mv ആണ്. എങ്കിൽ ന്യൂട്ടൺ പറയുന്നു നിങ്ങൾ കൊടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത്
ദ അപ്ലൈഡ് ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. മൊമെൻറ്റത്തിൽ വന്ന ചേഞ്ച്, എല്ലാത്തിനും ചേഞ്ച് എങ്ങനെ എഴുതാം? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. സോ പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ ബൈ ഇതിനെടുത്ത സമയം ടി, ഇതായിരിക്കും നിങ്ങൾ കൊടുത്ത ഫോഴ്സ്. പറഞ്ഞ കാര്യം മനസ്സിലായി? ന്യൂട്ടൺ എന്താ പറയണത്? ഒരു ബോഡിയുടെ മേൽ നിങ്ങൾ ഫോഴ്സ് കൊടുത്തു, അതിൻ്റെ വെലോസിറ്റി മാറി, അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം മാറി. അങ്ങനെയെങ്കിൽ ഈ ബോഡിയുടെ മൊമെൻറ്റത്തിൽ വന്ന മാറ്റം ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കിട്ടും. ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ലേ? ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ടൈം കൊണ്ട് ഡിവൈഡ് എന്ത് വിളിക്കുന്നു? റേറ്റ് എന്ന് വിളിക്കുന്നു. സോ മൊമെൻറ്റത്തിലെ ചേഞ്ച് ബൈ ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം, അതായിരിക്കും എന്ത് കൊടുത്ത ഫോഴ്സ് മൂലം വെലോസിറ്റി മാറിയപ്പോൾ മൊമെൻറ്റം മാറി. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൊടുത്ത ഫോഴ്സ് കിട്ടും. മനസ്സിലായി? ഇതിൻ്റെ ഫർദർ ഡെറിവേഷനാണ് ഇതാ ഈ പി ഫൈനൽ മൈനസ് പി ഇനീഷ്യലിന് എങ്ങനെ എഴുതാം? പി ഫൈനൽ എന്താ? എം വി ആണ്, മൈനസ് ഇനീഷ്യൽ മൊമെൻ്റ് എത്രയായിരുന്നു? എം യു ആണ്, ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, സോ രണ്ടിലും ഇവിടെ എം യു മാസ് കോൺസ്റ്റൻ്റ് ആണ്. സോ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താണ് വി മൈനസ് യു ബൈ ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി, ആക്സലറേഷൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു എം എ എന്ന് കിട്ടും. ഓർ ഐ ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു എം എ. ന്യൂട്ടൻ്റെ ഒരു ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഇക്വേഷനാണ് എഫ് ഈക്വൽ ടു എം എ. എങ്ങനെ പറയാം? എഫ് ഈക്വൽ ടു എം എ പറഞ്ഞാൽ മനസ്സിലായി? ഒരു ബോഡിയുടെ മേലെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, ഫോഴ്സ് മൂലം ബോഡിയുടെ വെലോസിറ്റിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് സംഭവിച്ചു? ആക്സലറേഷൻ. സോ ന്യൂട്ടൺ പറയുന്നു ഈ ബോഡിയുടെ മാസിനെ ഇതിൻ്റെ ആക്സലറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൊടുത്ത ഫോഴ്സ് കിട്ടും. ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഈക്വൽ ടു മാസ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ദിസ് ഫോഴ്സ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൊടുത്ത ഫോഴ്സിനെ കുറിച്ചും ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ആക്സലറേഷനെ കുറിച്ചാണ് ന്യൂട്ടൺ പറയുന്നത്. രണ്ടിനെ ക്ലബ്ബ് ചെയ്യിപ്പിച്ചു. ശരി, മായ്ക്കാം. ശരി, എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. കുഞ്ഞു കാര്യങ്ങളാണ് ഇതൊക്കെ. സില്ലി അല്ലേ? ഇതൊക്കെ എന്തിനാ എഴുതിയെടുക്കണം? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ശരി. എങ്കിൽ അവസാനത്തെ കാര്യം, ഇന്നത്തെ ഡിസ്കഷൻ്റെ ഏറ്റവും അവസാനത്തെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻട്രോ കഴിഞ്ഞു. സോ നമുക്ക് അവസാനത്തെ കാര്യം ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, നിങ്ങൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൽ പഠിക്കുന്ന കാര്യമാണ്, പക്ഷെ നമുക്കിത് പറയാതെ വയ്യ. റിലേറ്റീവ് മോഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് വിളിച്ചോളൂ. റിലേറ്റീവ് വെലോസിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് പറയാനായിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. അതാ ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ഇവിടെ എന്തൊക്കെ എഴുതാം? ഫോഴ്സ് എന്ന് എഴുതാം, ഇവിടെ എന്ത് എഴുതാം? ന്യൂ വോളിയം എന്ന് എഴുതാം, അതുപോലെ ഡെൻസിറ്റി എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ശരി. റിലേറ്റീവ് മോഷനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇതാ ഇവിടെ ഞാൻ നിൽക്കുന്നു, ഇത് ഞാനാണ്. ഓക്കെ, ഞാൻ ഇവിടെ സ്ഥലത്ത് നിൽക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു കാർട്ടുണ്ട്, ഒരു ഉന്തുവണ്ടി ഉണ്ട്. ഉന്തുവണ്ടിയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഷുക്കൂർ, എൻ്റെ കൂട്ടുകാരൻ്റെ പേര് ഷുക്കൂർ ഉന്തുവണ്ടിയിൽ നിൽക്കുന്നു. ഓക്കെ, ഉന്തുവണ്ടി ഇങ്ങനെ പോവുക. ഉന്തുവണ്ടി പോണത് 30 മീറ്റർ/സെക്കൻഡിലാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഷുക്കൂർ പോവുക എത്ര സ്പീഡിൽ? 30 മീറ്റർ/സെക്കൻഡിൽ. ശരിയല്ലേ? എന്താ കുഴപ്പം? ഓക്കെ, ഇതുവരെ ശരിയാണ്, വളരെ ശരിയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഷുക്കൂറിൻ്റെ അടുത്തേക്ക് പോയി. ഹായ് ഷുക്കൂർ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ഉന്തുവണ്ടിയിൽ കയറി നിന്നു. എന്നിട്ട് ഞാൻ ഷുക്കൂറിനെ ഇങ്ങനെ നോക്കുമ്പോഴേ ഷുക്കൂർ പനങ്ങണില്ല. ഷുക്കൂറിൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് എത്രയാ? 0. ഉന്തുവണ്ടിയിൽ ഞാൻ കയറി നിന്നപ്പോൾ ഷുക്കൂറിൻ്റെ സ്പീഡ് എത്രയായി? 0. പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് നോക്കിയപ്പോഴേ ഷുക്കൂർ ഇങ്ങനെ പോവാ 30 മീറ്റർ/സെക്കൻഡിൽ. ഇതെന്താ കഥ? ഇതാണെന്ത്? റിലേറ്റീവ് മോഷൻ. നിങ്ങളെടുക്കുന്ന മെഷർമെൻ്റ് എല്ലാം എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ എവിടെ നിന്നാണോ മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് വരുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നു. ഓക്കെ, ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഷുക്കൂർ നോക്കിയപ്പോൾ ഷുക്കൂർ 30 മീറ്റർ/സെക്കൻഡിൽ പോകുന്നു. ഞാൻ എന്ത് ചെയ്തു? ആ ഉന്തുവണ്ടിയിൽ കയറി നിന്നിട്ട് ഷുക്കൂറിനെ നോക്കിയപ്പോൾ ഷുക്കൂർ അനങ്ങണില്ല. ഷുക്കൂർ അവിടെ തന്നെ നിൽക്കുക, വെലോസിറ്റി മാറണില്ല. റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, സോ ഇതെങ്ങനെ കണ്ടുപിടിക്കാം?
ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന് ഞാൻ എൻ്റെ വെലോസിറ്റി എ എന്ന് വിളിച്ചു, ഷുക്കൂറിൻ്റെ വെലോസിറ്റി ബി എന്ന് വിളിച്ചു. ഓക്കെ, എൻ്റെ വെലോസിറ്റി 0 ആണ്. ഓക്കെ, സോ വെലോസിറ്റി ഓഫ് ഷുക്കൂർ ബി വിത്ത് റെസ്പെക്ട് ടു ഞാൻ എ, വി ബി എ എന്ന് വിളിക്കാം. ഓക്കെ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇതിനർത്ഥം എന്താണ്? എന്നെ വെച്ച് നോക്കുമ്പോൾ, എൻ്റെ ഫ്രെയിമിൽ നിന്നും നോക്കുമ്പോൾ ഷുക്കൂറിൻ്റെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഞാൻ എങ്ങനെ എഴുതുന്നു? വി ബി മൈനസ് വി എ എന്ന് എഴുതുന്നു. ഓക്കെ, സോ ആദ്യത്തെ കേസിൽ എത്രയാണ്? ഞാൻ ഇവിടെ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ വെലോസിറ്റി എത്രയാണ്? വി ബി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വെലോസിറ്റി. വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുക്കൂറിൻ്റെ വെലോസിറ്റി 30 മൈനസ് വി എ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വെലോസിറ്റി എത്രയാണ്? 0. ഞാൻ എങ്ങാണ്ട് നിൽക്കുകയാണ്. ശരിയാണ്. ഓക്കെ, സോ ഇതെത്രയാണ്? 30. ഇതെന്താ സംഭവം? വെലോസിറ്റി ഓഫ് ഷുക്കൂർ വിത്ത് റെസ്പെക്ട് ടു ഞാൻ ഇവിടെ നിന്നിട്ട് ഷുക്കൂറിനെ നോക്കുമ്പോൾ, ഞാൻ ഇവിടെ എത്തിയെന്ന് വിചാരിക്കും, ഇവിടെ നിന്നിട്ട് ഷുക്കൂറിനെ നോക്കുക. ഓക്കെ, സോ ഇപ്പോഴത്തെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ഷുക്കൂർ എന്ന് പറഞ്ഞാൽ ബി ആണ്, വിത്ത് റെസ്പെക്ട് ടു ഞാൻ. ഇപ്പം എന്തായിരിക്കും വെലോസിറ്റി? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഫോർമുല വി ബി മൈനസ് വി എ. വി ബി എന്ന് പറഞ്ഞാൽ എന്താ? ഷുക്കൂറിൻ്റെ വെലോസിറ്റി. ഷുക്കൂർ എങ്ങനെയാണ് പോണത്? 30 മീറ്റർ പെർ സെക്കൻഡിൽ അല്ലേ? മൈനസ് ഇപ്പം ഞാൻ ട്രോളിയിൽ നിൽക്കുക, എൻ്റെ വെലോസിറ്റി ഇപ്പം എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ്. സോ 30 മൈനസ് 30 0. ട്രോളിയിൽ നിന്നിട്ട് ഷുക്കൂറിനെ നോക്കുമ്പോൾ ഷുക്കൂറിൻ്റെ സ്പീഡ് 0. പുറത്തു നിന്നിട്ട് ഷുക്കൂറിനെ നോക്കുമ്പോൾ ഷുക്കൂറിൻ്റെ സ്പീഡ് 30. റിലേറ്റീവ് മോഷൻ. ഓക്കെ, നമ്മളെടുക്കുന്ന മെഷർമെൻറ്റ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മൾ എവിടെ നിന്നാണോ മെഷർ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒന്നും കൂടെ പറയാം. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്നും നോക്കുമ്പോൾ ബിയുടെ വെലോസിറ്റി എത്രയാണ്? അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്നും നോക്കുമ്പോൾ ബിക്ക് എത്ര വെലോസിറ്റി ഉണ്ട്? അതെങ്ങനെ കണ്ടുപിടിക്കാം? വി ബി മൈനസ് വി എ. സോ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം കഴിയുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്രിക്ഷനെ കുറിച്ചുള്ള ഡിസ്കഷൻ തുടങ്ങി വയ്ക്കുന്നു. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷനാണ്, പലർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ നമ്മൾ ഫ്രിക്ഷനെ കുറിച്ചുള്ള ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലിരിക്കട്ടെ. എങ്കിൽ